അതെ, എനിക്ക് ചൊവ്വാദോഷം ഉണ്ടായിരുന്നു. ആണോ? ചേട്ടൻ്റെ ഇതിലൊന്നും വിശ്വാസമില്ലേ? ചൊവ്വയെ മാത്രമല്ലേ ഉള്ളു ദോഷം, ബാക്കി തിങ്കളും ശനിയും ഞായറൊക്കെ ഫ്രീ ആയി കിടക്കല്ലേ. ചേട്ടാ, എന്തോ പിന്നെ താലി കിട്ടുന്ന സമയത്തെ ചേട്ടൻ എന്റെ മുഖത്തോട്ട് നോക്കാത്തത്? ട്രെയിന് തലവെക്കാൻ പോകുമ്പോ ആരെങ്കിലും വരുന്നത് നേത്രാവതിയാണോ ഉള്ള എക്സ്പ്രസ് ആണോ നോക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ മിണ്ടത്തില്ലപ്പോ. ഇതായി കൊച്ചിന്റെ കുഴപ്പം. എന്തെങ്കിലും പറഞ്ഞ അന്നേരം തുടങ്ങും. അഭിയം എന്താ കരോട്ടക്കാരുടെ മോളാണോ? ചേട്ടാ, നമ്മൾ എന്തിനാ ലോഡ്ജിൽ റൂം എടുത്തത്? വീട്ടിലെങ്ങനെ സ്ഥലമില്ലായിരുന്നു? വീട് ദുഃഖമാണ് ഉണ്ണി, ലോഡ്ജല്ലേ സുഖപ്രദം. എനിക്കൊന്നും മനസ്സിലായില്ല. നിനക്ക് ഞാൻ മനസ്സിലാക്കി തരാം. എടി, ഈ കല്യാണം നടന്നു കഴിഞ്ഞാൽ എന്റെ അമ്മ 41 ദിവസത്തെ വ്രതം എടുപ്പിച്ച് എന്നെ ശബരിമലയ്ക്ക് വിടാന്ന് നേർന്നിരിക്കുക. ആണോ? ആ അമ്മയുടെ അടുത്ത് ചെന്നാൽ അവർ എന്നെ പിടിച്ച് സ്വാമിയാക്കും. അതും പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള സമയമല്ലത്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആദ്യരാത്രിയുടെ സുവർണ നിമിഷങ്ങൾക്കുള്ള സമയമാണ്. എന്റെ കുസുമം നീ ഒരു പാട്ട് കേട്ടോ? ഇല്ല. ഞാനൊരു പാട്ട് കേട്ടു. ഈ പാട്ട് കേട്ട എന്റെ ക്ലൈമാക്സ് കുളമാവും. പാട്ട് ജയിച്ചു. കയ്യും വെച്ച് കണ്ണിൽ കണ്ണും വെച്ച് നെഞ്ചിൻ മന്ത്രം കൊണ്ട് ചേരുന്ന നേരം. ഏതെങ്കിലും രീതി ഒന്ന് വന്നിരിക്കും. എന്താ പറയാനാ ഫോൺ? ഹലോ ഹലോ, റിസപ്ഷൻ അല്ലേ? നോക്കിയുടെ ചാർജർ ഉണ്ടോ? എന്തോന്ന്? നോക്കിയുടെ ചാർജർ ഉണ്ടോ? നോക്കിയുടെ ചാർജറോ? എടാ, നിനക്ക് ഇപ്പൊ വലിയ പിന്ന് വേണോ ചെറിയ പിന്ന് വേണോ? വലിയ പിന്ന്. എടാ, പോത്തെ നമ്പർ നോക്കി വിളി. റിസപ്ഷൻ നമ്പർ 9. എന്നാ 9 ആണെന്ന്? 9 എന്നാ എന്നാ എന്നാ? എടാ, 9 ആണെന്ന് സംസാരം കേട്ടിട്ട് തോന്നുന്നില്ലല്ലോ. എന്തോന്ന് 9 ആണെന്ന്? എടാ, നീയാണോ 9? എടാ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എടാ, ഇത് കട്ടയും മണ്ണും ചുമക്കുന്ന സുധാകരൻ എടുത്ത മുറിയാ. അയ്യോ, സുധാകരൻ ചേട്ടൻ റൂമാണോ? എന്റെ ചേട്ടൻ, എന്റെ ഒച്ച കേട്ട് ചേട്ടന് മനസ്സിലായില്ലേ? ചേട്ടൻ, ഞാൻ ചേട്ടന്റെ കൂടെ ജോലി ചെയ്യുന്ന ചാക്കോ. നീ ചാക്കോ, സഞ്ജിയോ, 50 പൈസ കൂടോ എന്തോ ആയിക്കോട്ടെ. നീ എന്തിനാ എന്നെ ശല്യപ്പെടുത്താൻ കൊണ്ട് വിളിക്കുന്നത്? അല്ല സുധാകരൻ ചേട്ടാ, എനിക്ക് ചെറിയ സംശയം. എന്താ? വീട് തൊട്ടടുത്തായിട്ട് ചേട്ടൻ എന്തിനാ ഇപ്പൊ വന്ന് ഈ ലോഡ്ജിൽ റൂം എടുത്തിരിക്കുന്നത്? അതൊക്കെ ഒരു ആവശ്യമുണ്ട്. അല്ല, അത് എനിക്കറിയാം. എന്റെ ഒരു കഥ ഇരിപ്പുണ്ട്. അതിന്റെ തിരക്കഥ നല്ലോണം ഒന്ന് എഴുതാനുള്ള റൂം എടുത്തതല്ലേ. എന്നാ ഞാൻ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വരാം. എന്തിനാ? എനിക്ക് നല്ല സിനിമകളെ പറ്റിയ ഒരു ത്രെഡ് എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അയ്യോ, ഞാൻ ഇപ്പൊ വെക്കറ്റ് ചെയ്തിട്ട് അങ്ങ് പോകും. ചേട്ടൻ എന്റെ റൂമിലേക്ക് വാ. എന്തിനാണ്? ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് 2 കൂടെ അടിച്ച് പിന്തിരിയാകാം ചേട്ടാ. നമുക്ക് 2 അടിച്ച് പിന്തിരിയാകാം. എടാ, ഓണം വന്നു, വിഷു വന്നു, അവന്റെ നമ്മൾ ഇരട്ട കൊച്ചിനെ പ്രസവിച്ചു. ഇന്ന് വരെ വെക്ക് മേടിച്ച് തരാത്തവനാ. ഇന്ന് അവൻ വിളിച്ചിരിക്കുന്നു ലോഡ്ജ് റൂം കൊടുത്തിട്ട് മുന്നെടുത്ത് തരാൻ. പറ്റത്ത് പോടാ. നീ വേണ്ട, റിസീവർ എടുത്ത് മാറ്റി വെക്കാം. അതെ, വീണ്ടും വിളിക്കുവോ? എന്റെ സ്വഭാവം നിനക്ക് അറിഞ്ഞൂടോ? പറഞ്ഞായിട്ടല്ലോ. ദേശീയക്കാരനാണല്ലേ? അല്ല, വയനാടുകാരനാ. ഞാൻ മിണ്ടത്തില്ല പോ. എനിക്കിത് കേൾക്കുമ്പോഴാണല്ലേ എന്തെങ്കിലും ഒന്ന് പറയുമ്പോ അതൊക്കെ പോട്ടെ. നീ എത്ര വരെ പഠിച്ചു? BA പഠിച്ചതോ 2 അക്ഷരം. അതും തല തിരിച്ചു BA എന്ന്. പിന്നെന്താ തുറന്ന് പഠിക്കാഞ്ഞത്? അപ്പോഴേക്ക് കരപ്പൻ വന്നു. ആരപ്പം വന്ന്? ആരുടെ അപ്പനല്ല, കാലിൽ കരപ്പം വന്നു. കരപ്പം വന്നു? നോക്കട്ടെ, കാലിൽ എവിടെ കരപ്പം വന്ന്? ഇവിടെ കുറച്ചും കൂടെ നോക്കട്ടെ. ഇവിടെ കുറച്ചും കൂടെ നോക്കട്ടെ. ഇവിടെ കുറച്ചും കൂടെ നോക്കട്ടെ. അപ്പോഴേക്കും കരപ്പനങ്ങ് തീർന്നു. ഈ കരപ്പന് തീരാൻ കണ്ടൊരു സ്ഥലവേ. ചില പിള്ളേർക്ക് കരപ്പം വരുന്നത് കാണണം. ദേഹമാഹാരം പറ്റി പിടിച്ച്. ഇന്ന കാര്യത്തിൽ കരപ്പനും കണ്ണീശ്വരം ഇല്ലേടേ. പെണ്ണ് കാണാൻ വന്നപ്പോഴേ ബ്രോക്കർ പറഞ്ഞായിരുന്നു. എന്ത് പറഞ്ഞു? ചേട്ടൻ സ്കൂളിന്റെ തിണ്ണ പോലും കണ്ടിട്ടില്ലെന്നും. അയാൾ ചുമ്മാ പറഞ്ഞതാ. ഞാൻ സ്കൂളിലൊക്കെ പോയിട്ടുണ്ട്. എന്ന്? ഇലക്ഷൻ ഔട്ടിടാൻ പോയിന്റ് അന്ന്. വോട്ടിട്ടതിന്റെ അടയാളമല്ലോ ഉണ്ടോ? ഉണ്ടല്ലോ. കയ്യിൽ പാടുന്നല്ലോ. അയ്യോ, അപ്പൊ ചേട്ടൻ കള്ള വോട്ടിട്ടല്ലേ? 4 വിരലിലും പാടുണ്ടല്ലോ. അത് കള്ള വോട്ടിട്ടതല്ല. പിന്നെ അമ്മ കഥക് പിടിച്ചടച്ചപ്പോ കഥകിനിടെ കൈ ഇരുന്ന് ജാമായി പോയതാ. ആണോ? അതുപോലും പറഞ്ഞോണ്ടിരിക്കാനുള്ള സമയമല്ലത്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആദ്യ രാത്രിയുടെ സുവർണ നിമിഷങ്ങൾക്കുള്ള സമയമാണ്. എന്റെ പവിഴം, എന്റെ സുധാകരൻ. കയ്യിൽ കയ്യും വെച്ച്
കണ്ണും വെച്ച് നെഞ്ചിൻ മന്ത്രം കൊണ്ട് ചേരുന്ന നേരം. ഫോണല്ല കോളിംഗ് ബെല്ല് തുറക്കാൻ വേണം. ആരടാ എന്താണോ എന്തെങ്കിലും കഴിക്കാനും കുടിക്കാനും വല്ലതും വേണമെന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ. കഴിക്കാനോ കുടിക്കാനോ വല്ലതും വേണമെന്ന് ചോദിക്കാൻ വന്നതാ. പോപ്പേ കഴിക്കാനോ കുടിക്കാനോ എന്തെങ്കിലും വേണമെങ്കിലേ ഫോൺ വിളിച്ച് ചോദിക്കണം, അല്ലാതെ തള്ളിക്കയറി ഇങ്ങോട്ട് വരികയല്ല വേണ്ടത്. ഫോൺ വിളിച്ചിട്ട് കിട്ടിയില്ല ചക്കര, അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. റിസീവ് എടുത്ത് മാറ്റി വെച്ചിരിക്കല്ലേ എന്റെ പൊന്നെ. ഹലോ ചേട്ടൻ, ഞാൻ ചാക്കോ. ചേട്ടൻ ഏത് റൂമില്ല? ഞാൻ ചേട്ടന് തപ്പി വെച്ചിട്ട് ഞാൻ എന്റെ മുതലാളിയോട് എന്നെ സമാധാനം പറയും. ഈ കാലമാടൻ വന്ന ഫോൺ തല്ലി പൊട്ടിച്ച് കളഞ്ഞില്ല. ആ ഫോണിന്റെ പൈസ ഞാൻ തരാം. പക്ഷെ നീ എനിക്കൊരു സമാധാനം എന്താ? ഞാൻ എന്താ സമാധാനം തരാം? എത്ര കാലമായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എടാ നിന്റെ അടുത്ത് ഇവിടെ റൂം ഒന്ന് അലങ്കരിക്കാൻ പറഞ്ഞോ? അലങ്കരിക്കാൻ പറഞ്ഞു. ആരെങ്കിലും ആദ്യ രാത്രി പിച്ചിപ്പൂ കൊണ്ടുവിടണം. പിച്ചിപ്പൂ, മുല്ലപ്പൂണ്ട് കാണുന്നത് പിച്ചിപ്പൂ കൊണ്ടുവിടണം. വെറൈറ്റിക്ക് ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ടതാ. എന്നാ കുറച്ച് വെണ്ടയ്ക്കങ്ങൾ അടിച്ച് തന്നെ എന്ത് കൊഴുപ്പിന് ഒരു കുറവ് നിർത്തിക്കണ്ടായിരുന്നല്ലോ. എന്റെ ദൈവമേ, ഈ ആണുങ്ങൾ മൊത്തം ഇങ്ങനെ എന്ത് ചെയ്ത് കൊടുത്താലും പരാതിയുള്ളൂ. ഇനി ഞാൻ ജീവിക്കല് സർപ്പം തന്നെ തന്നെ ചമത വലിയ നിനക്കറിയാമോ, ആ 18 കൗണ്ടറിലെ ദൂരത്തെ എന്നോട് വരാമോന്ന് ചോദിച്ചിട്ട് ഞാൻ ചെന്നില്ല. ഇത് മൊത്തം ഇത് കാണിച്ചു വെച്ചിട്ട് എനിക്ക് വന്നാ പരാതി. എന്തോ എടാ എന്തുവാടാ നിനക്ക് കട്ടി മീശയും വെച്ചോണ്ടിരിക്കുന്നത്? പട്ടിയെ പോലെ കരയാതെ പോയ അങ്ങോട്ട്. അതല്ല ഞാൻ ചോദിക്കുന്നത്, തണുത്ത വെള്ളം എന്തെങ്കിലും എടുത്താലോ? തണുത്ത വെള്ളം എന്തെങ്കിലും വേണോ കുടിക്കാൻ ആയിട്ട്? ഇങ്ങനെ വേണോ? നീ എന്റെ അമ്മയുടെ സ്വന്തക്കാരുമല്ലോ. അല്ല, അവർക്ക് ചൂടുവെള്ളം, നിനക്ക് തണുത്ത വെള്ളം. അല്ല, ഞാനിത് മനസ്സിന് ടെൻഷൻ വരുമ്പോ തണുത്ത വെള്ളമാണല്ലോ കേരളത്തിൽ എല്ലാവരും ഉപയോഗിക്കുന്നത്. പശ്ചിമ ജർമ്മനിയിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പൊന്നനി കഴിഞ്ഞു വന്ന്. പൊന്നാനിയോ? പൊന്നാനി അല്ല, പൊന്നനി കഴിഞ്ഞു വാ. എടാ അയ്യേ, ഇവന് എന്താ പോടാ മഞ്ചാണോടാ നീ? എടാ പൊന്നു പോലെ, എടാ ഞാൻ ഒരു ചൂടുവെള്ളം പേടിച്ചാണ് ഇവിടെ വന്ന് ഈ റൂം സെറ്റപ്പ് ഒക്കെ എടുക്കുന്നത്. എന്നെ തണുത്ത വെള്ളത്തിൽ മുക്കി കൊല്ലരുത്. എത്ര ചോദിച്ചിട്ടും നീ ജയബാബു തന്നില്ല. നിനക്ക് എന്റെ കൈ. ഓരോരുത്തന്മാര് കയറി വന്നോളൂ മഞ്ചൽ മനക്കെടുത്തിക്കാനായിട്ട്. എനിക്ക് ചേട്ടാ, എന്തോ നമ്മളൊരു പുതിയ ജീവിതം തുടങ്ങാൻ പോവല്ലേ? അപ്പൊ നമ്മൾ പരസ്പരം എല്ലാം അറിഞ്ഞിരിക്കണം. അത് ശരിയാ. ഇവിടെ ഇവിടെ പിടി മൈൻഡ് ഇവിടെ പിടി. അതെ, അത് ഞാൻ ചോദിക്കട്ടെ, കല്യാണത്തിന് മുമ്പ് പവിഴ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ? പഠിക്കുന്ന സമയത്ത് എന്നെ ഒരു ഡോക്ടർ കണ്ണുവെച്ചതാ. കണ്ണു വെക്കുമ്പോഴാണല്ലേ? ചേട്ടൻ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? പ്രേമിക്കാനാ? എന്റെ അമ്മ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കാൻ സമ്മതിക്കത്തില്ല. ആ കളവിയുടെ സ്വഭാവം. അയ്യോ, ചേട്ടൻ പേടിക്കണ്ട കേട്ടോ. അമ്മയെ ഒരു മാടപ്രാവിനെ പോലെ പാറി നടന്ന് ഞാൻ അമ്മയെ എന്റെ കൂട്ടിലാക്കും. അയ്യോ, നീ മാടപ്രാവല്ല മതയാനെയാണെന്ന് പറഞ്ഞാലും ആ ഏരിയയിലെ പുള്ളര് ശരിയല്ല. നേരം വിളക്കുമ്പോ തൂവല് പോലും ബാക്കിയാണോല്ല. അതുകൊണ്ട് സൂക്ഷിക്കണം. അത് ഇതും പറഞ്ഞിരിക്കാനുള്ള സമയമാണത്. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഡയലോഗ് അടിച്ചോണ്ടിരുന്ന് പോയ പോക്കറിയാമല്ലോ. അനുഭവം ഗുരു. ഇനി വലിയ മോളെ വിട്ടു തരില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആ രാത്രിയുടെ സുവർണ്ണ നിമിഷങ്ങളാണ്. എന്റെ പവിഴം, എന്റെ സുധാകരേട്ടാ. സുന്ദരി നീയും സുന്ദരം ഞാനും ചേർന്നിരുന്ന തിരുവോണം. കയ്യിൽ കയ്യും വച്ച് കണ്ണിൽ കണ്ണും വച്ച് നെഞ്ചിൻ മന്ത്രം കൊണ്ട് ചേരുന്ന നേരം. നീ ഒരു കറുത്ത വണ്ട്. ആരാടാ ക്യാമറ ഫോട്ടോ പിടിക്കാൻ നോക്കുന്നത്? ഇവിടെ പിടിയടാ. ഓടല്ലോ അമ്മേ. നീയാണല്ല, എനിക്കറിയാം നീയാണല്ല. നീ അല്ലടേ വേണ്ടതിന് ചെയ്തത്. ഇവിടെ റൂം എടുത്തെന്നും പറഞ്ഞ് ഇവിടെ വേണ്ടതിന് ചെയ്തത് ഈ ഫോണിലേക്കൂടെ കയറ്റി വിട്ടായിരുന്നു. അയ്യോ, ഞാനല്ല, എന്നെ തെറ്റിദ്ധരിക്കലേ. എനിക്ക് ചാകമായി ഇതിലും വിശ്വാസമെങ്കിൽ ഞാനല്ല. നീയാണ് ഇതുപോലെ ഫോൺ കെട്ടി ഇങ്ങോട്ട് വെച്ച്. എനിക്ക് ഇതിന്റെ ആവശ്യമില്ല. അതെന്താ നിനക്ക് ആവശ്യമില്ലാത്ത? ബാത്റൂമിൽ 4 ക്യാമറ ഫോൺ വെച്ചിട്ടുണ്ട്. പിന്നെ എന്റെ പൊന്നുമോള് ബാത്റൂമിലൂടെ ക്യാമറ ഫോൺ വെച്ചിട്ടുണ്ട്. ടെൻഷൻ വരുമ്പോഴേ ഇച്ചിരി തണുത്ത വെള്ളം കൊടുക്കട്ടെ. നീ 2 ജമ്മു കാശ്മീർ എടുത്തോണ്ട് പോടാ. എന്നാ 2 ഊട്ടിയായാലോ? ഊട്ടി ഫ്രൂട്ടി ഒന്നും എനിക്ക് വേണ്ട, നീ കൊണ്ടുപോകാൻ. എത്ര ചോദിച്ചിട്ടും നീ ജയബാബു തന്നില്ല. ഒരിടത്ത് സ്വൈര്യമില്ലാതെ ഒരിടത്ത് വരുമ്പോ അവിടെ പന്തം കൊടുത്തി പടാന്ന് പറയാൻ നടക്കുമല്ല. എന്ത് പറയാനും നോക്കണം. മനുഷ്യരിവിടെ
ഇവനെയൊക്കെ പേടിച്ചാൽ പാതാളത്തിൽ പോയി റൂം എടുക്കാൻ പറ്റൂ? ചേട്ടാ എനിക്ക് ഉറക്കം വരുന്നു. എനിക്കിട്ട് നീ ഇല്ലാണോ നീ ഉറങ്ങുന്നത്? ഇല്ലാണോ നീ ഉറങ്ങുന്നത്? എത്ര വയസ്സുണ്ട്? 23. 23 വയസ്സ് വരെ ഉറക്കം തന്നെ അല്ലായിരുന്ന പണി. ഇന്ന് ഉറങ്ങണ്ട. പറഞ്ഞല്ലോ ഞാൻ വെള്ളത്തില്ലപ്പോ. താരാണത് ഇവിടെ? പിന്നെ ഇവിടെ അവിടെ കിടന്ന് അടിക്കട്ടെ. ഓ എന്താ പറയാ മോളു, ഇത് ഇനി അവന്റെ ഇതാരാണെന്ന് അറിയാൻ ഇവിടെ ഇഞ്ഞോടാ. ഇനി നീ എന്നെ ശല്യപ്പെടുത്തിയ ചെയ്യാമെന്നല്ല, അറിയാവിടാ. തണുത്ത വെള്ളം വല്ലതും വേണമെന്ന് അറിയാൻ വേണ്ടി വന്നു. എനിക്ക് തണുത്ത വെള്ളം. എടാ ഞാനൊരു കാര്യം ചോദിക്കട്ടോ? ചോദിച്ചോ. ഇനി നീ എന്നെ ശല്യപ്പെടുത്താൻ എനിക്ക് ഈ ഹോട്ടലിലെ മുതലാളി അറിയോ? പിന്നെ എനിക്ക് ശമ്പളം തരുന്ന മുതലാളിയെ എനിക്കറിയില്ല. എനിക്കറിയോ? നിനക്ക് അതെല്ലാം അറിയാവൂ. എന്റെ ആത്മാർത്ഥ സുഹൃത്താണ്. ആണോ? ആ അയ്യോ, ഞാനൊരു വാക്ക് പറഞ്ഞതിനെ ശല്യപ്പെടുത്തി വാക്ക് പറഞ്ഞല്ലോ. നിന്റെ ജോലി ഇവിടെ അയ്യോ, എന്റെ ജോലി ഞാൻ ജോലി തെറിപ്പിക്കും. പറഞ്ഞു പ്ലീസ്. 1ാം ക്ലാസ് തൊട്ട് ഞാൻ ഒരുമിച്ച് പഠിച്ച സുഹൃത്താണ്. അയ്യോ, അതുകൊണ്ട് പറയാം, ജോലി തെറിപ്പിക്കട്ടെ. തെറിപ്പിക്കും. ജോലി തെറിപ്പിക്കരുത്. ഇല്ല ഇല്ല, തെറിപ്പിക്കില്ല. സത്യമാണ്. ആത്മാർത്ഥ സുഹൃത്താ. പറഞ്ഞല്ലോ. ആയിക്കോട്ടെ. ഇവിടെ 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 സംസാരിച്ചിരിക്കാനുള്ള സമയമല്ല. ഇങ്ങോട്ട് വാ. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആ രാത്രിയുടെ സുവർണ്ണ നിമിഷങ്ങളാണ് ഈ എന്റെ പവിഴം. എന്റെ സുധാകരേട്ടാ, സുഹൃത്തെ, എന്റെ സുഹൃത്തെ, 1ാം ക്ലാസ് തൊട്ട് എന്റെ കൂടെ പഠിച്ച എന്റെ സുഹൃത്തെ, നേരത്തെ പറഞ്ഞില്ലേ നിങ്ങളുടെ സുഹൃത്താ. സുഹൃത്തെ വെറുതെ ഒരു കള്ളത്തിനും പറഞ്ഞാലും പറ്റത്തില്ല. എനിക്ക് വയ്യത്. ഞാൻ എന്റെ സുഹൃത്തെ കണ്ട സുഹൃത്തെ, എന്റെ സുഹൃത്തെ ഇവിടെ എന്റെ സുഹൃത്ത്. എന്നെ പറ്റിക്കാൻ ഒളിച്ചിരിക്കുക. എന്റെ ഇവിടെ ആരും കാണുന്നില്ലല്ലോ. സുഹൃത്തെ ആരാ 1ാം ക്ലാസ്? എനിക്ക് എന്റെ സുഹൃത്ത് എന്തിനാ? ഞാനാ. നീയാണോ എന്റെ കൂടെ 1ാം ക്ലാസ് തൊട്ട് പഠിച്ചത്? നീ എവിടെ പഠിച്ചത്? ഞാൻ ഗവൺമെന്റ് എച്ച് സ്കൂൾ വെള്ളമണൽ. എടാ ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത്. അത് 2ാം ക്ലാസ് വരെ. സത്യം പറ, നിന്റെ പേരെന്നാ? എന്റെ പേര് സുധാകരൻ. ഇതാരാ? അതെന്റെ ഭാര്യ പവിഴം. ഇവിടെ എന്നാടാ പരിപാടി? ഞങ്ങൾ ആദ്യ രാത്രിയാ. ആദ്യ രാത്രി. എടോ ആദ്യ രാത്രി നിന്നെ എന്റെ ജോലിക്ക് വന്ന് കുട്ടികളെ ഈ ആദ്യ രാത്രിയും അവസാന രാത്രിയും ഞാൻ പല രാത്രികളും കണ്ടിട്ടുള്ളതാ. നിന്റെ ഉടായ്പ എന്റെ അടുത്ത് നടക്കില്ല. ഞാൻ പോലീസിൽ വിളിക്കും. അയ്യോ, ഇത് അതുപോലല്ല. സത്യമായിട്ട് എന്റെ ഭാര്യ. ഇതെന്റെ ഭാര്യ, സ്വന്തം ഭാര്യ. ഭാര്യയാണ് എനിക്ക് കല്യാണം കഴിച്ച് ആദ്യ വീട്ടിൽ സമാധാനം ഇല്ലാത്തത് കൊണ്ട് പറഞ്ഞു. എന്റെ മേഘത്ത് കാരണം കാര്യമില്ല. നെഞ്ചത്ത് കയറാൻ നിൽക്ക്.